HR മാനേജർ, താൻ അധികം നേരം ആ പോസ്റ്റ് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇവിടെ താൻ എന്ത് മാങ്ങ നോക്കിയിട്ടാണോ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്? ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ്സ് ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല, മനസ്സിലായോ? അടി, ഇടി, തട, വെട്ട്, കളരി, കുംഫു, കരോട്ടെ തുടങ്ങി സകലമായ ആയുധ കലകൾ അഭ്യസിച്ച് പ്രഗത്ഭരായവരെ മാത്രം എടുത്താൽ മതി, മനസ്സിലായോ? ഇനിയിപ്പോൾ ഒളിമ്പിക്സ് എങ്ങാനും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മതി. വേറെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, അവർ സെലക്ട്. ഓക്കെ. പിന്നെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പ്രഗത്ഭന്മാരായിരിക്കും. ഓടണം, ചാടണം, മതിൽ കയറണം, കയ്യാല വലിഞ്ഞു കയറണം, കുളത്തിൽ ചാടണം, കിണറ്റി ചാടണം, പുഴയെ ചാടണം, നീന്തലിലൊക്കെ അതിവിദഗ്ധന്മാരായിക്കോട്ടെ. ഇനിയിപ്പോൾ ഹെലികോപ്റ്റർ പറത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ അവർ ആ ഹെലികോപ്റ്റർ പറത്തണം. അതിൽ നിന്ന് ചാടേണ്ട ഒരു സാഹചര്യം വരുവാണ്, അതിൽ നിന്ന് ചാടി ഒരു ന്യൂസ് പിടിക്കണേ അങ്ങനെ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും, മനസ്സിലായോ? മതിൽ ചാടാൻ പറ്റാതെ ഒറ്റ ഒരു കാരണം കൊണ്ട് നമുക്കൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആണോ നഷ്ടപ്പെട്ടത്, അറിയാമോ? നമ്മുടെ റേറ്റിംഗ് താൻ കണ്ടോ? പോയി ചൈത്ര മിഷൻ തീർന്നു. നീ സൂക്ഷിച്ചൊക്കെ കാൻഡിഡേറ്റ്സിനെ എടുക്കണം കേട്ടോ. ആ പിതൃഭൂമിക്കാർ കൊണ്ടുപോയിടൂ, കണ്ടുപിടിക്കണം. നമ്മുടെ എല്ലാ സ്റ്റാഫിനെയും ആ പിതൃഭൂമിന്റെ ഓഫീസിലേക്ക് വിടണം. ആ ക്യാമറമാനെ, ആ റിപ്പോർട്ടറിനെ കണ്ടുപിടിക്കണം. അതൊക്കെ വെച്ചൊന്ന് എത്ര ഭംഗിയായിട്ട് അവന്മാർ കുളത്തിൽ ചാടിയില്ലെന്നേ ഉള്ളൂ, മനസ്സിലായോ? ആ കുളത്തിൽ അവരാ ന്യൂസ് കാണുമ്പോൾ നമ്മൾ ഈ ക്യാമറമാന്റെ റിപ്പോർട്ടറിനും കൂടെ നമ്മൾ ആ കുളത്തിലേക്ക്, ആ കിണറ്റിലേക്ക് ചാടുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. ആ മുടിക്കൊക്കെ ഇങ്ങനെ പിടിച്ചങ്ങോട്ട് എടുക്കുന്ന അത് വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകർക്കും ഉണ്ടല്ലോ നമ്മുടെ ചോര തിളയ്ക്കുവാണ്. അങ്ങനെ വേണം റിപ്പോർട്ട് ചെയ്യാനായിട്ട്. എന്ത് കിഴങ്ങന്മാരാടോ നമ്മുടെ ചൈത്ര മിഷൻ ഇരിക്കുന്നത്. ഈ മാസം ഒരെണ്ണത്തിന് സാലറി ഇല്ല. ഓക്കെ.